പാടിയവർ നിങ്ങൾ, ആയിരം ആയിരം അൾത്താരകളിൽ പാടി മറഞ്ഞവർ നിങ്ങൾ, ദേവസ്തുതി പാടിയവർ നിങ്ങൾ, ഭൂമിയിലെങ്ങും സ്വർഗം തീർക്കും ദേവഗായകരേ നിങ്ങൾ. ദാവീദിന്റെ കിന്നരങ്ങൾ, ദാവീദിന്റെ കിന്നരങ്ങൾ. എല്ലാ ഗുഡ്നസ് ടിവി പ്രേക്ഷകരും കാണാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാം ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുവിൻ. സങ്കീർത്തകൻ പാടിയതുപോലെ സ്തുതിഗീതങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മുടെ ദേവാലയ ഗായകർ. അത്തരത്തിലുള്ള ദേവാലയ ഗായകരുടെ വേദിയാണ് ദാവീദിന്റെ കിന്നരങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഈ വേദിയിലേക്കും ഇന്നത്തെ എപ്പിസോഡിലേക്കും എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം ഇന്നത്തെ ഷോയിലേക്ക്. ജെറിമാഷെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഉരുളിയാണിക്കലച്ച, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. നെറിൻ, സ്വാഗതം. ഇനി നമുക്ക് നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും കൂടി വെൽക്കം ചെയ്യാം. സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും. ആദ്യം തന്നെ നമുക്ക് കാഞ്ഞൂർ പള്ളിയിൽ നിന്നും എത്തിയിരിക്കുന്ന ആ ഗായക സംഘത്തിന് വേദിയിലേക്ക് ക്ഷണിക്കാം. സെന്റ് മേരീസ് ചർച്ച് കാഞ്ഞൂർ, വരൂ. റോയ് ചേട്ടാ, ഇന്ന് കാഞ്ഞൂർന്ന് നിങ്ങൾ പോന്നപ്പോ എന്താ പറഞ്ഞു വിട്ടു എല്ലാവരും? ഇത് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ ഇവിടെ വാങ്ങിയതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് എത്രയാ? അത് 27 ആണ്. 27. അപ്പൊ അതിനെക്കാട്ടിലും മാർക്ക് വാങ്ങിയിട്ടേ ചെല്ലാവുള്ളെന്നാ പറഞ്ഞു വിട്ടിരിക്കണേ. അറ്റ്ലീസ്റ്റ് 27.5 എങ്കിലും വാങ്ങണം, അല്ലേ? അപ്പൊ അതിന് തരത്തിൽ പഠിച്ചിട്ടൊക്കെയാണ് റെഡി ആയിട്ടാണ് ഇന്ന് പോന്നിരിക്കുന്നത്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി നോക്കിയിട്ടുണ്ട്. എനിക്ക് വയ്യ, ഫ്ലാറ്റ് ആക്കി. അപ്പൊ ഏതാണ് ആ ഗാനം? ഗാനം അൾത്താരയൊരുങ്ങി, എൻട്രൻസ് സോങ് ആണ്. അപ്പൊ എന്തായാലും എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു ഗാനം തന്നെയാണ് ഇവർ പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ ഗാനം ആസ്വദിക്കാം. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അനുസ്വരമാ അണയാമീ ബലിവേദിയിൽ. കാഞ്ഞൂരുകാർ പാടുന്നത് കേൾക്കാൻ ഇപ്പോൾ നിങ്ങളുടെ ഇടവകക്കാർ മാത്രമായിരിക്കില്ല, ലോകത്തെമ്പാടുമുള്ള എത്രയോ പേരായിരിക്കും ഇപ്പോൾ കാത്തിരിക്കുന്നതെന്നറിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഗാനം അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആവണ്ടേ അല്ലേ? തീർച്ചയായിട്ടും. ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണ് നിങ്ങളെല്ലാവരും. ഇങ്ങനെ എല്ലായിടത്തും എല്ലാവരുടെ മനസ്സിനൊരു ആനന്ദം കൊടുക്കാനായിട്ട് നിങ്ങളുടെ ആ ഗാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? മെറിൻ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഗാനം? നല്ല പെർഫോമൻസ് ആയിരുന്നു സെൻറ് മേരീസ് ഫൊറോന പള്ളി കാഞ്ഞൂർ കോയർ. കാരണം ഇത് നമ്മൾ അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. എപ്പോഴും നമ്മൾ പള്ളിയിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നാൽ അപ്പോൾ നമുക്കത് മനസ്സിലാവും. അതാണ് ഇത്രയും എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പാട്ട് പാടുമ്പോഴത്തെ ഒരു ചാലഞ്ച് ശരിക്കും അതാണ്. നിങ്ങൾ നന്നായിട്ട് തന്നെ അത് മാനേജ് ചെയ്തു. നല്ല സിംഗിങ് ആണെന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കണേ. എല്ലായിടത്തും നിങ്ങളുടെ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അധികം ഡിവൈഡൊന്നും ചെയ്യാതെ ഗ്രൂപ്പായിട്ട് തന്നെ പാടിയപ്പോൾ ആ ഒരു ടോട്ടൽ ഒരു ഫീല് നല്ലതായിരുന്നു. നല്ല ആ ഒരു ഗ്രൂപ്പ് എഫക്റ്റ് നന്നായിട്ട് വന്നതായിട്ട് തോന്നി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രൊനൗൺസിയേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നുള്ള ഒരു സ്ഥലം തോന്നിയത്. പിന്നെ ഏറ്റവും ആദ്യത്തെ ആ ഒരു ആലാപ് പാടിയില്ലേ, അതിൻ്റെ ആ സസ്റ്റെയിൻ നോട്ട് കുറച്ചും കൂടി ഒന്ന് നീട്ടി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അതിനൊരു കംപ്ലീഷൻ കിട്ടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛാ, വളരെ പരിചിതമായ ഒരു പാട്ടാണ് അല്ലേ? എല്ലായിടത്തും പാടുന്ന ഒരു പാട്ടാണ്. ഇവിടെ മെറിൻ പറഞ്ഞതുപോലെ പാട്ട് പോപ്പുലർ ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് കൂടുതൽ പാടണം. ഇത് സിമ്പിൾ മെലഡിയാണ്, നമുക്ക് വളരെ വലിയ അധ്വാനമില്ലാതെ പാടാം. പക്ഷേ അന്നേരം ഉച്ചാരണമൊക്കെ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. ഉച്ചാരണത്തിൻ്റെ പ്രശ്നം ഒത്തിരിയുണ്ട്. കാരണം ഇതിൻ്റെ വാക്കുകൾ ബലിവേദി, അണയാമി ഇങ്ങനെയുള്ള വാക്കുകൾ ഒത്തിരി ചില സ്വരങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പാടേണ്ടി വരും. ഡിക്ഷന് നന്നാവാനായിട്ടുള്ള ഏറ്റവും നല്ല എക്സസൈസ് ഈ പാട്ട് പറഞ്ഞു പഠിക്കുക എന്നുള്ളത്. പല കോയറിലും പറഞ്ഞാൽ വളരെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അൾത്താരയുരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദിയിൽ പറഞ്ഞു പഠിച്ചാൽ മതി. അപ്പോൾ ഒത്തിരി വ്യത്യാസം വരും. നമ്മൾ 10 പ്രാവശ്യം പാണ്ടേക്കാൻ നല്ലതായിരിക്കും, ഒരു പ്രാവശ്യം പറഞ്ഞു പഠിച്ചാൽ. അത് ശ്രദ്ധിക്കാം. ഈ ഡിക്ഷൻ കുറേ പേരുണ്ട് കേട്ടോ. സ്വീകരിക്കാം, അത് തന്നെ വരണം. സ്വീകരിക്കാൻ വരരുത്. ചിലരൊക്കെ നന്നായി പാടുന്നുണ്ടായിരിക്കാം, പക്ഷെ ഒരുമിച്ച് പാടുമ്പോൾ അങ്ങനെ ചില കുറേ സ്ഥലത്ത് പൂജ്യമാമി മാമി അത് മാത്രം എനിക്ക് അത് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അനുപല്ലവി പാടിയപ്പോൾ ഒരു 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 സിൻക്രണൈസേഷൻ ചേരാതെ ബലിയായി നൽകാം. നമുക്ക് ഒരുമിച്ച് പാടാതെന്ന് ബലിയായി നൽകാം തിരുനാഥനായി. ഉച്ചാരണം നോക്കണം കേട്ടോ. ബലിയായി പൂജ്യമാമി ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. ബലിയായി നൽകാം തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ. ബലിയായി നൽകുന്നു ഞാൻ. ഓക്കെ, ഗുഡ്. പിന്നെ മെയിലിച്ചിടെ ഒന്നുകൂടെ വെച്ചാൽ മതി. മറ്റൊന്നും എനിക്ക് പറയാനില്ല. താങ്ക് യു അച്ഛാ. മാഷേ, ഇവർ രണ്ടുപേരും കുറേ പ്രോബ്ലംസ് പറഞ്ഞു. അതിങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടത് അത് ശരിയാകാൻ പോകുന്നില്ല. അത് നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താലേ ഇത് വരുള്ളൂ. ഉദാഹരണത്തിന് ഓപ്പണിങ്ങിൽ തന്നെ ഞാൻ ഒരു വിഷമം എനിക്ക് തോന്നിയത് ബെൽ വായിച്ചില്ലേ, ആ രണ്ടാമത് ഒന്ന് വായിച്ചേ ബെല്ല്. ആ ഗ്യാപ്പ് എത്രയും വേണമെന്ന് നമ്മളെല്ലാവരും ഒരുപോലെ ഫോക്കസ് ചെയ്താലേ ആന്ന് കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ.
ശരിയല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവർ 1 2 3 1 2 3 എന്ന് പറയുമ്പോൾ യു ഷുഡ് കീപ്പ് ഓൺ കൗണ്ടിങ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ടങ് നുങ് നങ് ടോങ് നുങ് ന ടങ് 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 ടങ്. എന്നാൽ എല്ലാവരും ഒപ്പം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് മനസ്സിൽ കൗണ്ട് ചെയ്യാമോ? ഇൻട്രൊഡക്ഷൻ. ഒന്നുകൂടി ചെയ്യാമോ? ധൈര്യമായിട്ട് തുടങ്ങും, സംശയിക്കേണ്ട. അങ്ങനെ വന്നുകൂടാ. ക്വയർ സിംഗിങ് ഈസ് നോട്ട് ഇങ്ങനെ ചൂടായി വരുന്നതല്ല, അൺലെസ് ഇറ്റ് ഇസ് സ്പെസിഫൈഡ്. നോർമലി 1 2 3 1 അങ്ങനെ വരണം. Okay, you understood the point? I also feel that നമ്മുടെ ദേവാലയങ്ങളിൽ ഒരു ക്വയർ മാസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ക്വയറിനെ കണ്ടക്ട് ചെയ്യാം. യുനോ, കണ്ടക്ടിങ് ദൈവത്തിന് വിരോധമുള്ളൊരു കാര്യമല്ല. അതായത് ഇങ്ങനെ കൈ കാണിക്കുക, അല്ലെങ്കിൽ കാണിക്കുക, കണ്ണിൽ നോക്കിയിട്ട് അങ്ങനെയെല്ലാം എക്സ്പ്രഷൻ കൊടുത്താൽ നമ്മളെല്ലാം ഒറ്റ മനസ്സിൽ അത് ചെയ്യും. ഇങ്ങനെ ആരും ഇവിടെ അതിനെപ്പറ്റി ഡിസ്കസ്സേ ചെയ്യുന്നില്ല. പക്ഷേ ഗ്രൂപ്പ് സിംഗിങ്ങിന് അത്യാവശ്യമാണ് ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവർ തന്നെ ഫ്രണ്ട്സ് പറയുന്നതനുസരിച്ച് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒരാളുടെ ഫോക്കസിങ് എബിലിറ്റി ഉണ്ടെങ്കിലേ എ ഗ്രൂപ്പ് ആക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ സം ഓഫ് യു ഷുഡ് ഗെറ്റ് ഇൻ ടു ദാറ്റ് കണ്ടക്ടിങ്. വാച്ച് വാട്ട് ദർ ആർ പീപ്പിൾ അപ്പിയറിങ് ഇൻ ദ റെക്കോർഡിങ് സം ഷോയിലൊക്കെ കാണുന്നുണ്ടല്ലോ. അതൊന്നും ചിന്തിക്കേണ്ട കേസാണ്. അപ്പോൾ അയ്യോ അതൊന്നും നമുക്ക് വേണ്ട, എൻ്റെയൊക്കെ ആവശ്യമില്ല, നമുക്കെങ്കിൽ ഇതെങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോയാൽ മതി. ആ ആറ്റിറ്റ്യൂഡ് മാറും. ഫണ്ടമെൻ്റലി ദിസ് കൈൻഡ് ഓഫ് തിങ് ഹാസ് ടു കം ഫ്രം ദ ടോപ്പ് ഓഫ് ആ ഹയറാർക്കി. നമ്മുടെ ബിഷപ്പും നമ്മുടെ മുൻസിഞ്ഞോർ അച്ഛന്മാരും വികാരി അച്ഛന്മാരും CMI ഫാദേഴ്സൊക്കെയാണ് ഇതിൻ്റെ മുൻകൈ എടുത്ത് ഇത് ശരിക്കും ഓർഗനൈസ് ചെയ്യേണ്ടത്. ഞങ്ങളെപ്പോലെയുള്ള ലേമാൻ പറഞ്ഞ ആര് കേൾക്കും? So that's something you have to think about. Another point I want to bring out here is കുറച്ച് പേര് സ്വാർത്ഥം എന്നൊക്കെ പറഞ്ഞു. കുറച്ച് പേര്, എല്ലാവരും പറയുന്നില്ല. പിന്നെ ദുഃഖം, ഖ ഖ ഗ ഘ, അങ്ങനെയാണല്ലോ എൻ്റെ പോക്ക്. ആ ദുഃഖം എന്നുള്ളത് ഖം എന്ന് തന്നെ എല്ലാവരും പറയണം. കേൾക്കുമ്പോൾ എന്നത് സ്വരമാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ സത്യാവസ്ഥ അതാണ്. മമ സ്വാർത്ഥവും ഥ ഇവിടെയാണ്, ഇവിടെയല്ല, സ്വാർത്ഥ അല്ല, സ്വാർത്ഥവും. ഒന്ന് പറയാമോ? മമ സ്വാർത്ഥവും. മമ സ്വാർത്ഥം. എല്ലാവരും കൂടി 1 2 3 1 2 3. മമ സ്വാർത്ഥം. മമ സ്വാർത്ഥവും. അങ്ങനെയല്ലേ പാട്ട്? 1 2 3 1 2 3. മമ സ്വാർത്ഥവും. ഇങ്ങനെ പറഞ്ഞാലേ അതിങ്ങനെ ശരിയാവുള്ളൂ. സ്വാർത്ഥം. അതിൻ്റെ പറയും ഒരു ദുഃഖവും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പറയാമോ? മമ സ്വാർത്ഥവും ദുഃഖങ്ങളും. അങ്ങനെ മൂളി വിടണം. 1 2 3 1 2 3. മമ സ്വാർത്ഥവും. പോയി. ഇത് മൂളാൻ എന്താ പ്രയാസം? നമ്മുടെ ഭാഷയ്ക്കുള്ള ഏറ്റവും വലിയ സുഖം അതാണ്. വെസ്റ്റേൺ ലാംഗ്വേജസിൽ ഇല്ലാത്തൊരു സാധനമാണ് ക്ലോസ്ഡ് സിലബിൾ പാടുക എന്നുള്ളത്. ഇംഗ്ലീഷിലോ ജർമ്മനിലോ ഇറ്റാലിയനിലോ ഫ്രഞ്ചിലോ ഒന്നും ഇങ്ങനെയില്ല. നമുക്കുണ്ട് ആ സുഖം. മമ സ്വാർത്ഥവും. എന്നിട്ട് പിടിക്കൂ. 1 2 3 2 2 3. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും. ഒരു സംശയം ഇപ്പോഴും. മമ സ്വാർത്ഥവും ദുഃഖം. അങ്ങനെ പറയൂ. 1 2 3 2 2 3. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും. അത്രയുണ്ട്. ആ ലെങ്ത് അപ്ലൈപ്പെടുത്താൻ കിട്ടും. ഓക്കെ, ദുഃഖം. ഇനി പിന്നെ ഒരു മോസ്റ്റ് അൺയൂഷ്വൽ ഇത് ബലിവേദിയിങ്കൽ. അങ്ങനെ ഒരു സാരമില്ല. പാട്ട് പാടുമ്പോൾ ബലിവേദിയിങ്കലാണ്. ങ്ങായും കായുമാണ്. ആ അക്ഷരം ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അക്ഷരം ങ്ങായും കായുമാണ്, ങ്ങായും ഗായും അല്ല. ബലിവേദിയിങ്കലാണ്, എന്നോട് ഇങ്കൽ.
അത് വർത്തമാനത്തിൽ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷേ നമ്മൾ മടിയന്മാരായതുകൊണ്ട് ബലിവേദിയിങ്കൽ എന്ന് പറയാമോ? അതെങ്ങനെയാണ്? അതൊന്ന് പാടിയാലും മതി. ബലിവേദിയിങ്കൽ അല്ല, ഗൽ അല്ലാന്ന്, കൽ, ഇൻകൽ. ബലിവേദിയിങ്കൽ. അത് ഒരിക്കലും ചെയ്യാത്തതുകൊണ്ട് ഒരു വിഷമം അത് വരാനായിട്ട്. ഒന്നും കൂടി. പോരാ, ഇങ്കൽ, കൽ, ഒരു കല്ലേ. ബലിവേദിയിങ്കലാണ്. വൺസ് അഗൈൻ. ഇതാണ് ശരി, യഥാർത്ഥ മലയാളമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അയ്യോ ഇതെന്ത് സാധനമാണെന്നൊരു തോന്നാം. ഇൻകൽ, ബലിവേദിയിങ്കൽ. അപ്പോൾ നല്ല മലയാളം സംസാരിക്കുന്നത് നമുക്കത്ര പരിചിതമല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തെറ്റ് പറഞ്ഞ് ഇപ്പം നമ്മൾ തെറ്റാണ് സുഖമായിട്ട് തോന്നുന്നത്. അപ്പോൾ പാട്ടിലത് പറ്റില്ല, ഡെഫിനറ്റ്ലി നോട്ട്. അപ്പോൾ അത് ധൈര്യപൂർവ്വം നിങ്ങൾ മനസ്സിൽ അത് എന്താ പറയുക, യു ഷുഡ് അക്സെപ്റ്റ് ദിസ് ഫാക്ട് ആൻഡ് ദെൻ പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. അഗെയിൻ എന്നായിരിക്കും പറയുന്നില്ല, സ്വീകരിക്കാം. സ്വീകരിക്കാം എന്നേ കേൾക്കുന്നുള്ളൂ. സ്വ എന്ന് പറഞ്ഞാൽ സ്വീ. ഞാൻ സ്വീ എന്ന് പറയുന്നത് ആദ്യം ഒരു ചൂളമ്പിളി പോലെ കേൾക്കുന്നില്ലേ? ഇത് ആദ്യം വരണം. സ്വീകരിക്കാം. കമാ, ഒന്നും കൂടി. സ്വീകരിക്കാം. ഓക്കെ. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൊച്ചുങ്ങളോട് പറയില്ല തറ, പറ, കറ, റാ എന്ന് പറഞ്ഞ പോലെ we have to practice this, otherwise it will not come, because habits are so ingrained. It takes a long time to make these corrections. So whatever Father and Marin has pointed out, I am simply strengthening that thing and trying to get you out of that. Okay? Please do practice. താങ്ക് യു മാഷ. അപ്പൊ ഇനി മാർക്കിലേക്ക് തന്നെ കടക്കാം അല്ലേ? മെറിൻ എത്ര മാർക്കാണ്? 9 marks. Thank you, ma'am. അച്ഛാ, Thank you, 9 marks again. ഇനി മാഷിന്റെ മാർക്ക് കൂടെ നോക്കട്ടെ. മാഷേ 8 marks. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇന്നത്തെ പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 26 മാർക്സ് ആണ് 30-ല്. റോച്ചേട്ടൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും മാർക്ക്. അത് ആദ്യത്തെ 9 വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ സന്തോഷം. എന്തായാലും കാഞ്ഞൂർക്കാർ തീരെ മോശമൊന്നും അല്ല, ഭയങ്കര നല്ല സിംഗേഴ്സ് തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുറേ തെറ്റുകൾ പറ്റും, അത് പറഞ്ഞു തരുന്നുണ്ട് അവർ. അപ്പം അതൊക്കെ നികത്തിയിട്ട് ഇനി വീണ്ടും വരണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് വീണ്ടും കാണാം റോയ് ചേട്ടാ. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് FIH സിസ്റ്റേഴ്സ് കൊല്ലം, അവിടെ നിന്നും എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിന്റെ ഗാനമാണ് ഇനി നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. വരൂ സിസ്റ്റേഴ്സ്. പമീല സിസ്റ്ററും മേഘ സിസ്റ്ററും ഒക്കെ മാറിയിട്ട് ഇന്ന് വേറെ പുതിയൊരു ലീഡർ ആയല്ലോ. ഈ ലീഡറിന്റെ പേരെന്താ? സിസ്റ്റർ ഗിഫ്റ്റി മേരി. സിസ്റ്റർ പറയൂ, ഇന്നത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത് ഏത് ഗാനമാണ്? ആശ്വാസത്തിന് ഉറവിടമാം എന്ന ഗാനമാണ്. അത് സജി ജോർജ് മല്ലാശ്ശേരി രചന സംഗീതം നടത്തിയിരിക്കുന്നു. മാർക്കോസ് പാടിയ പാട്ടാണ്. ഓ, ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അപ്പോൾ സിസ്റ്റർ എന്തുകൊണ്ടാണ് ഈ ഒരു ഗാനം നിങ്ങൾ സെലക്ട് ചെയ്തത്? ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് സെലക്ട് ചെയ്തതാണ്. കുറേ പാട്ടുകൾ നോക്കി, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയുന്ന ഗാനമായിരുന്നു? എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും ഒരു പോപ്പുലർ സോങ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഗാനമാണ് വീണ്ടും നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ തൊട്ട് മുന്നേ കേട്ടതും അത്തരത്തിലുള്ള ഒരു ഗാനമായിരുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗാനവുമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സിസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നത്. കുറേ നാളായിട്ട്, അപ്പം നിങ്ങൾ വർഷങ്ങളായിട്ട് തന്നെയായിരിക്കും അല്ലേ അറിയുന്നതും പാടുന്നതുമായിട്ടുള്ളൊരു ഗാനമായിരിക്കുമല്ലോ. അതെ, ശരി. അപ്പോൾ ഇനി ഈ ഗിഫ്റ്റി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പാടാൻ പറ്റട്ടെന്ന് ആശംസിച്ചുകൊണ്ട് പാട്ടിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. ദാവീദിന്റെ കിന്നരങ്ങൾ
വിളിച്ചിടുമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു. ഗിഫ്റ്റ് സിസ്റ്ററെ, പാട്ട് പാടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ജഡ്ജസ് എന്താ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിയാനായിരിക്കും നിങ്ങൾക്ക് കൂടുതലും, അല്ലേ? അതെ. അപ്പൊ പിന്നെ ചോദിക്കാൻ സമയം കളയണ്ട. അച്ഛാ, ധ്യാനത്തിൻ്റെ അവസരങ്ങളിലും കൺവെൻഷനുകളിലൊക്കെ ധാരാളം പേരെ ആശ്വസിപ്പിച്ചൊരു പാട്ടാണ് അല്ലേ? വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. നന്നായി നിങ്ങൾ പാടുകയും ചെയ്തു കേട്ടോ. വളരെ നന്നായിട്ട് പാടി. നിങ്ങൾ നല്ല സിങ്ക്രണൈസേഷൻ ഉണ്ടായിരുന്നു. ആദ്യ റൗണ്ട്സിൽ നിങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ നിർത്തി കളഞ്ഞല്ലോ. എന്ത് പറ്റി? സ്റ്റോപ്പ് എന്ന് പറഞ്ഞല്ലോ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ ഒരു നല്ലതായിരുന്നു കാണാനായിട്ട്, നല്ലത് വിഷ്വൽ. ഓക്കെ, ചിലതൊക്കെ വളരെ നന്നായി. ആണിപ്പാടുള്ളവനും കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആ ഭാഗമൊക്കെ വളരെ വളരെ നന്നായി പാടി. ബ്യൂട്ടിഫുൾ, നല്ല സ്റ്റേജിലായിട്ട്. പിന്നെ പാടി നിന്നെയല്ലേ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ, നിന്നെ നിന്നെ മറ്റേ തന്നെ മതിയായിരുന്നു അല്ലേ? നിന്നെ രക്ഷിപ്പാൻ. അതൊന്ന് പാടിക്കാന്ന്. ഇങ്ങനെ പാടുന്ന അറിയാമോ? നിന്നെ രക്ഷിപ്പാൻ, അങ്ങനെ പാടണം കേട്ടോ. നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. അത് മതി കേട്ടോ. നിന്നെ ഇങ്ങനെ വേറെ വെക്കുന്നത്. പിന്നെ ആശ്വാസത്തിനുറവിടമാണ് ഈശോ. തിന്നുറവിടമാണ്. നീ ഇന്ന് ശ്രവിച്ചിടുമോ, അങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. മറ്റ് കറക്ഷൻസ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഒത്തിരി പേർക്ക് ആത്മാവിൽ ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്നൊരു പാട്ടല്ലേ അത്. ഇതിനകത്ത് വരികൾക്ക് പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. സിംഗുലറും പ്ലൂറലും ഒക്കെ വരുന്നുണ്ട്. നീയുണ്ട്, അലയുന്നോരെ, നിന്നെ, ഇങ്ങനെയെല്ലാം കുറേ മാസ്റ്റർ പറയുന്നത്. ഗുഡ്, താങ്ക് യു. താങ്ക് യു അച്ഛാ. നേരെ സിസ്റ്റേഴ്സ്, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് എഫക്റ്റ് നന്നായിട്ട് വന്നു. പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു പ്രിൻസേട്ടൻ ആൻഡ് ടീം. ഗുഡ്നെസ് ബാൻഡിൻ്റെ നല്ല സപ്പോർട്ടായിരുന്നു. എടുത്തു പറയേണ്ടത് എനിക്ക് ജോസഫ് ചേട്ടൻ്റെ ഫ്ലൂട്ട് ബിറ്റ് നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ബീജിയിലും ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത്, ശ്വാസം എടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ എല്ലാവരും പല പല സ്ഥലങ്ങളിൽ ശ്വാസം എടുത്തു പോയി. അതൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് റെഡിയാക്കിയാൽ ഒരു കംപ്ലീഷൻ കിട്ടുമായിരുന്നു, ഓരോ ലൈനിനുള്ള കംപ്ലീഷൻ. അത് മാത്രമേ ഉള്ള ഒരു സജഷൻ എനിക്ക് തോന്നിയത്. അതർവൈസ് ഗ്രൂപ്പായിട്ടുള്ള ആ ഒരു എഫക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. സിസ്റ്റേഴ്സ്, നിങ്ങൾ പാടുമ്പോൾ ഒരു അൺക്ലാരിറ്റി പല സ്ഥലത്തും എനിക്ക് അനുഭവപ്പെടുന്നു. ഡുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഡൊന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ആശ്വാസത്തിന് ഉറവിടം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, ഡുന്നു എന്ന് പറയുന്നത്. ഡുന്നു രണ്ടും ഊകാരമാണ്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. വിളിച്ചിടു ആണ്, വിളിച്ചിടുന്നു എന്നല്ല. അതിനെ ഒന്ന് പാടിത്തരാമോ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിന്നെ വിളിച്ചിടുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. പിന്നെ വിളിച്ചിടുന്നു എന്ന് ആരും പറയുന്നില്ല. സിസ്റ്റർ, തനിച്ചൊരു സിസ്റ്റർ ഒന്ന് പാടിക്കേ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. എന്ന് പറയാം. നിന്നെ വിളിച്ചിടുന്നു ഒന്ന് എടുത്ത് പാടിക്കാം. നിന്നെ വിളിച്ചിടുന്നു. ഇതാണ് ശരി. സിസ്റ്റർ ഇങ്ങനെ പാടിയപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം തോന്നിയോ? ഡൊന്നു എന്നുള്ള എന്തെങ്കിലും തോന്നിയോ അവിടെ? ഇല്ല. സിസ്റ്റർ ഒന്ന് പാടിക്കേ. അസിസ്റ്റന്റ് പറയിലുള്ള സിസ്റ്റർ.
നിന്നെ വിളിച്ചിടുന്നു. കണ്ടോ, ഇത് വ്യക്തമല്ല. നിന്നെ വിളിച്ചിടുന്നു, വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അതും വ്യക്തം. സിസ്റ്റർ ഡു എന്ന് പറയുന്നു, ഡു എന്ന് പറഞ്ഞ് ഡു. ആ, വിളിച്ചിടുന്നു പറഞ്ഞ് വിളിച്ചിടുന്നു. അങ്ങനെ ഒന്ന് പാടിക്ക്. നിന്നെ വിളിച്ചിടുന്നു. എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഒരു അഭംഗി തോന്നിയോ? വിളിച്ച് ഞാൻ പാടി നേരത്തെ പാടിയിരുന്ന പോലെ അത്ര സുഖമില്ലാത്ത പോലെ തോന്നിയോ? തോന്നിയില്ലേ? തോന്നിക്കാണും. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ഹാബിറ്റായില്ലേ. ഇപ്പോൾ കറക്റ്റ് ചെയ്യുമ്പോൾ ഹേ ഇത് തെറ്റാണല്ലോ അങ്ങനെ തോന്നും. പക്ഷേ ഐ എം സോറി, നിന്നെ വിളിച്ചിടുന്നു ആണ് ശരി. സിസ്റ്റർ പുറകിലുള്ള സിസ്റ്റർ ഒന്ന് പഠിക്കുക. നിന്നെ വിളിച്ചിടുന്നു. ആ, കറക്റ്റ് ആണ് സിസ്റ്റർ. ഇങ്ങനെ പാടുമോ? അടുത്ത സിസ്റ്റർ. നിന്നെ വിളിച്ചിടുന്നു. ആ, നിന്നെ വിളിച്ചിടുന്നു. ഒന്നും കൂടി ധൈര്യമായിട്ട്. നിന്നെ വിളിച്ചിടുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്ന് പാടിക്കേ പ്ലീസ്. എല്ലാവരും കൂടി. നിന്നെ വിളിച്ചിടുന്നു. പെട്ടെന്ന് ഡു ഭയങ്കരമായി പോലെ. നിന്നെ വിളിച്ചിടുന്നു. ഉന്തണ്ട, ഡുന്നു എന്ന് പറഞ്ഞാൽ. നിന്നെ വിളിച്ചിടുന്നു. അങ്ങോട്ട് അല്പം ഒന്ന് വന്നിട്ടുണ്ട്, എന്നാലും ഒരു പ്രയാസം. ഡുന്നു എന്ന് പറയാൻ എന്ത് പ്രയാസം, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അത്രയൊക്കെ പറഞ്ഞാൽ മതി അല്ലേ? ഇപ്പോൾ തന്നെ ഒരുപാടായി. യു നോ വാട്ട് ഐ മീൻ. സോ സിസ്റ്റേഴ്സ്, യു ഹാവ് ടു ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ വെരി സീരിയസ്ലി. അച്ഛൻ പറഞ്ഞ പോലെ താളത്തിൽ ഇത് ആദ്യം വായിക്കണം. പാട്ടെന്നും പറഞ്ഞ ഉടനെ അങ്ങ് ചാടി പാടരുത്. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ഒന്ന് പറയാമോ സിസ്റ്റേഴ്സ്? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. നിങ്ങൾക്കൊക്കെ സങ്കടമായി ഞാനിത് ശരിക്കും പറഞ്ഞു തന്നപ്പോൾ അല്ലേ? താങ്ക് യു മാഷേ. ഓക്കെ. താങ്ക് യു സിസ്റ്ററെ. ചോദിക്കട്ടെ മാർക്ക്? മെറിൻ എത്ര മാർക്കാണ്? 8 മാർക്സ് ആണ് മെറിൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. മാഷേ 7 മാർക്സ്. അപ്പോൾ 15 മാർക്സ് ആയിട്ടോ. അച്ഛൻ 8 മാർക്സ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൊത്തം ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് ലഭിച്ചിരിക്കുന്നത് 23 മാർക്സ് ആണ്. ഓക്കെ, പോരാ. സിസ്റ്റേഴ്സ് പ്രതീക്ഷിച്ചതിൽ അത്രയും അങ്ങ് എത്തിയില്ല അല്ലേ? അതായത് നമ്മുടെ 4ാമത്തെ റൗണ്ടിൽ ക്വാർട്ടർ ഫൈനൽ ഇതുവരേക്കും ഈ FIH സിസ്റ്റേഴ്സിൻ്റെ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. വളരെ നല്ല ഗാനങ്ങളായിരുന്നു സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാർക്കും അവർക്ക് ലഭിച്ചു. ഈ പ്രാവശ്യം മാർക്ക് ഒരല്പം കുറഞ്ഞു പോയതിൻ്റെ സങ്കടമാണ് ഈ കാണുന്നത്. പക്ഷേ സാരമില്ല, നമുക്ക് ഇതിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പം നമുക്ക് വീണ്ടും കാണാം കേട്ടോ സിസ്റ്റർ. See you. Bye-bye. Thank you. ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ തോപ്പുംപടിയിൽ നിന്നും എത്തിയിരിക്കുന്ന സെയിന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ക്വയർ ആണ് ഇനി ഇവിടെ മത്സരിക്കാനായി എത്തുന്നത്. യേശുദാസേട്ടാ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. നിങ്ങളിൽ ഇവിടെ കുറേ പേരുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതിൽ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും ശരിക്കും പാട്ട് സീരിയസ് ആയിട്ട് എടുത്ത് അതിൻ്റെ ട്രെയിനിങ്ങിന് അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ പാട്ട്? ഇപ്പോഴും പഠിക്കുന്നവരുണ്ട്. ആ, ഓക്കെ. അപ്പം അങ്ങനെ പഠിക്കുന്നുള്ളവരെ കൂടുതലായിട്ട് അവരിൽ നിന്നുള്ള ഒരു അറിവ് നിങ്ങളുടെ ഈ ഒരു പ്രാക്ടീസ് സെഷനിൽ നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? അത് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷനിൽ ഞങ്ങൾ ഓരോരുത്തരുടെ ഒപ്പീനിയൻ എടുക്കുമല്ലോ. അപ്പോൾ കറക്ഷൻസ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് കറക്റ്റാണ്. പിന്നെ മെയിനായിട്ട് ഞങ്ങളുടെ ചേച്ചിയാണ് കറക്ഷൻസ് ചെയ്യുന്നത്. ആ, ഓക്കെ ഓക്കെ. നിങ്ങളിൽ ഇതിലൊക്കെ വേറെ തരത്തിലുള്ള കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ടാവില്ലേ? എല്ലാവരും സോളോ ആയിട്ടുള്ള കോമ്പറ്റീഷനാണോ അതോ ഗ്രൂപ്പ് കോമ്പറ്റീഷനോ എങ്ങനെയാ? ഇല്ല, സോളോ മിഷൻ ലീഗ് അങ്ങനെ വേറെ യൂത്തിൻ്റെ
പ്രോഗ്രാംസ് അതിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അതിലൊക്കെ സോളോ ആയിട്ടാണ് സോളോ ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട്. ഓ, അപ്പൊ നിങ്ങളുടെ ഈ സെയിം ഗ്രൂപ്പ് തന്നെയാണോ പോകുന്നത്? സെയിം ഗ്രൂപ്പും ഉണ്ട്, വേറെ ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഓ ഓക്കെ. അപ്പൊ നിങ്ങളുടെ പള്ളിയിലെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു വേറൊരു ക്വയറും ഉണ്ടോ? ഉണ്ട്, സൺഡേ സ്കൂൾ. ഓ ഓക്കെ. അപ്പം ആകെ 2 എണ്ണമാണോ ഉള്ളത്? ഇല്ല, 3 ക്വയർ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ ഇത്തരത്തിലുള്ള മത്സരവേദികളിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുമുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മുടെ ഈ ഒരു വേദി? തീർച്ചയായിട്ടും. കാരണം വേറെ ഈ ദേവാലയ ഗായകര മറ്റ് വേദികളിലെ എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് ഈ കോമ്പറ്റീഷൻ വന്നപ്പോൾ അത് മുന്നോട്ട് വന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പം മറ്റുള്ള ഷോ എന്ന് പറഞ്ഞാൽ അതായത് ടാലൻ്റ് ആയിട്ടുള്ളവർ മാത്രം, കഴിവുള്ളവർക്ക് മാത്രം വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷനായിട്ടാണ് പോകുന്നത്. പക്ഷേ ഇത് പ്രത്യേകമായിട്ട് ദേവാലയ സംഗീതത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേര് അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കാതിരുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായി കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഗാനം ഏതാണ്? ഇന്നത്തെ സോങ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഓക്കെ, അതും ചോയ്സ് സെക്ഷനിലാണ്. അതെ, ഇതും ദീപികാരനെ സ്വീകരണ ഗാനമാണ്. ഓക്കെ. നമ്മുടെ ക്വാർട്ടർ ഫൈനൽ, അതായത് ഈ 4ാമത്തെ റൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് സോങ് ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആ ഒരു കഴിവ് കാണിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗാനം നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, അല്ലേ? അപ്പം അങ്ങനെ ഇന്നിവർ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഗാനം അതേതാണ് എന്ന് നമുക്ക് നോക്കാം, ആസ്വദിക്കാം. അപ്പം നന്നായിട്ട് പാടണം. ഓക്കെ, താങ്ക് യു. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന നിത്യജീവന്റെ അപ്പമേ, നിത്യവും എന്റെ കൂടെ വാഴുവാനെത്തേനെ രാജാധിരാജനേ വാവാനീ ആത്മരൂപനേ, നീ വരൂ വന്നു വാടിടൂ എന്റെ ആത്മാവിൽ സ്നേഹരാജനായി. വാവാ രാജാധിരാജനേ വാവാ നീ ആത്മരൂപനേ, നീ വരൂ വന്നു വാടിടൂ എന്റെ ആത്മാവിൽ സ്നേഹരാജനായി.
പിറന്നു മാനവനായി നീ. ദൈവമായിരുന്നിട്ടും ദൈവത്തെ നാമവും കൈവെടിഞ്ഞു നീ. മാനവർക്കായി ഭൂവിൽ വന്നു പിറന്നു മാനവനായി നീ. രാജാതിരാജനേ വാവാനീ ആത്മരൂപനേ നീ വരൂ വന്നു വാണിടൂ എൻ്റെ ആത്മാവേ സ്നേഹരാജനായി. പാപികൾക്കു വിമോചനം നൽകാൻ ആഗതമായ സ്നേഹമേ നിൻ ശരീരവും രക്തവും നൽകി മോചനം വീണ്ടെടുത്തു നീ. പാപികൾക്കു വിമോചനം നൽകാൻ ആഗതമായ സ്നേഹമേ നിൻ ശരീരവും രക്തവും നൽകി മോചനം വീണ്ടെടുത്തു നീ. സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയെ വന്ന നിത്യജീവന്റെ അപ്പമേ നിത്യവും എന്റെ കൂടെ വാഴുവാൻ എത്തേണേ തിരുവോസ്തിയായി. എത്തേണേ തിരുവോസ്തിയായി. രാജാതിരാജനേ മാവാനീ ആത്മരൂപനേ നീ വരൂ വന്നു വാണിടൂ എൻ്റെ ആത്മാവേ സ്നേഹരാജനായി. പാട്ട് പാടുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് കൂടുതലും റിലാക്സ്ഡ് ആയിട്ട് പാടുന്നതും ആസ്വദിക്കുന്നതും എല്ലാം ഇവിടെ ആണെന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെ പേടിച്ച് 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 സംസാരിക്കുന്ന പോലെയോ ഇങ്ങനെയാണോ പൊതുവേ സംസാര രീതി ഇങ്ങനെയാണോ അതോ എനിക്കങ്ങനെ തോന്നുന്നതാണോ? അറിയില്ല, പേടി ഉണ്ടാവുന്ന എനിക്കറിയില്ല. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള ടെൻഷൻ ഉണ്ടാകാറുണ്ട്. അതും കുറച്ച് പേടി ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ? ഉണ്ടാകാറുണ്ട്. പേടിക്കൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. അച്ഛാ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛാ? എക്സലൻറ്റ് സിംഗിങ്, എക്സലൻറ്റ് മെലഡി, സോങ് എല്ലാം നല്ലതാണ്. നന്നായി പാടി, നല്ല പാട്ട്, നല്ല മെലഡി. സോ അഭിനന്ദനങ്ങൾ കേട്ടോ. ഒന്ന് ഉറക്കെ പറയൂ. താങ്ക് യു. നല്ല കാര്യമല്ലേ പറഞ്ഞേ? എൻ്റെ ഋതം നല്ലതല്ലേ? 1 2 1 2 3 4 അങ്ങനെ നമ്മളിങ്ങനെ അങ്ങ് ലയിച്ചിരിക്കുക പാട്ടിൽ. ഇടയ്ക്ക് ഇങ്ങനെ ആയിരം കണ്ണുമായൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത ഇരിക്കുന്നതുകൊണ്ട്. ഞാനതിങ്ങനെ ഇങ്ങനെ വെരി ഗുഡ്. ഞാൻ അടുത്ത് കുറേ സ്ഥലത്ത് ഞാൻ വെരി ഗുഡ് നേരിട്ടുണ്ട്. ദൈവമായിരുന്നിട്ടും ദൈവത്തിൽ നിന്നും പ്രാഭവം എന്ത് നന്നായിട്ട് നിങ്ങൾ പാടിയത്. 2 ഫീമെയിൽ ആൻഡ് ഫീമെയിൽ നല്ല നല്ല പെർഫെക്റ്റ് പ്രൊഫഷണൽ സിംഗിങ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ പാട്ടില്ല, പ്രൊഫഷണൽ. ഈ പാപികൾക്ക് ഒരാളെങ്ങാണ്ട് ബി മാറിപ്പോയി അല്ലേ? മെയിൽ പാടിയപ്പോൾ ഒരു പ്രാവശ്യം പാപികൾക്ക് വിമോചനമേകാൻ ഒന്ന് പാടിയത്. പാപികൾക്കു വിമോചനം അതിനകത്ത് അവിടെ പാടിയപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. നിങ്ങൾ മാറിയ പാടുന്നല്ലേ പാപികൾക്ക്? അവിടെ വ്യത്യാസം വരുന്നുണ്ടല്ലേ? ഇതാണ് ആഗതമായ എന്നല്ലേ പാടിയത്? ആഗതമായി. എന്താ അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു ആഗതമായ സ്നേഹമേ? സ്നേഹം എന്നുള്ള കർത്താവിനെയല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്? കർത്താവല്ലേ? അപ്പോൾ ആഗതനായ സ്നേഹമേ കറക്റ്റാണ്. ഒരു പേഴ്സണല്ല നമ്മൾ പറയുന്നത്.
ആഗതനായ സ്നേഹമേ നിൻ രക്തവും ശരീരവും നൽകി. ഇത് അങ്ങനെ വരുന്നതിന് അർത്ഥം കേട്ടോ. ആഗതനായ അങ്ങനെ വെച്ച് ആഗതനെയാണോ നിങ്ങളെന്താ ആഗതനായതാണ് ആഗതമായ എന്താ ആഗതമായ സ്നേഹമേ. അപ്പോൾ ഒന്ന് പാടാം നമുക്ക്. ആഗതനായ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായി. സ്നേഹമേ എന്നുള്ള നമ്മൾ വിളിക്കുന്ന കർത്താവിനെയാണല്ലേ? കർത്താവേ ആഗതനായ സ്നേഹമേ നിൻ ശരീരവും രക്തവും നൽകി. അപ്പോൾ ആ പാട്ടിൽ അങ്ങനെ വരണമായിരുന്നു. അങ്ങനെ ഒന്ന് പാടി നോക്കി. ആഗതനായ ഒരുമിച്ച് പാപികൾക്കു വിമോചനം നൽകാൻ ആഗതനായ സ്നേഹമേ. മറ്റൊന്നും എനിക്ക് തോന്നിയില്ല. താങ്ക് താങ്ക് യു ഫാദർ. വേറെ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. നൈസ് റെൻഡിഷൻ എന്നാണ് ഞാൻ എഴുതിയിരിക്കണേ. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, പിറന്നു മാനവനായി നീ എന്ന് പറയുന്ന ഒരു ലൈനില്ലേ ഏറ്റവും അവസാനത്തെ, അത് മെയിൽ പാടിയപ്പോൾ ഒക്കെ ആയിരുന്നു. ഫീമെയിൽ പാടിയപ്പോൾ ആ മാനവനിൽ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ പാടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം അവിടെ കട്ട് ചെയ്താൽ അത് ഒരു ഭംഗി ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ചരണത്തിൽ വന്നപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ഒറ്റ ബ്രത്തിൽ എല്ലാവരും പാടി. മോചനം വീണ്ടെടുത്തു നീ, അത് നിങ്ങൾ കറക്റ്റ് ബ്രത്തൊന്നും പോവാതെ സസ്റ്റെയിൻ ചെയ്ത് നിർത്തി. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ഫസ്റ്റ് പറ്റിയത് രണ്ടാമത് ക്ലിയർ ചെയ്ത് തന്നെ പോയി. അതൊരു നല്ല കാര്യമായിരുന്നു. പിന്നെ ഒരുമിച്ച് പാടിയില്ലേ ഏറ്റവും അവസാനത്തെ പല്ലവിയും കോറസും, സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാനായിട്ട്. എന്താ പറയുക, മൊത്തത്തിൽ ഓവറോൾ നോക്കുമ്പോൾ നല്ല സിംഗിങ് ആണ്, സൂപ്പർബ് സിംഗിങ്. എല്ലാവരും നല്ല സിംഗേഴ്സാണ് ഇൻഡിവിജ്വലി. നിങ്ങൾ ഗ്രൂപ്പിൽ വരുമ്പോഴും നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ചും കൂടി ശ്രമിച്ചാൽ ഇനിയും നിങ്ങളുടെ ഗ്രൂപ്പ് പെർഫോമൻസസ് ഇതിലും ഭംഗിയാക്കി മാറ്റാം. ഓക്കെ, ശരി, താങ്ക് യു മാഷേ. നല്ല പാട്ടുകാരാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യു വർക്ക് വെരി ഹാർഡ് to bring this song to the best of light, I think. ശ്രുതിയും താളവും ഒക്കെ കറക്റ്റാണ്. ഹാർമണി ഓൾസോ ഗുഡ്. തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. ആയിരം കണ്ണുമായെന്നുള്ള പാട്ട് പോലെ ഇരിക്കുന്നു എന്ന് ആളുകൾ പറയും. അങ്ങനെ തോന്നിയില്ലേ പ്രിൻസിന്? എസ്പെഷ്യലി ആ ഇൻട്രൊഡക്ഷൻ്റെ ഒരു കഷ്ണം. തേൻകിളി. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആയിരം കണ്ണുമായല്ല, ആയിരം കണ്ണിൻ്റെയും പുറകിൽ വേറൊരു പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. മാരിവില്ലൊളി വീശി വന്നെൻ്റെ മനസാനന്ദ ഗായക. ആരെങ്കിലും ഈ പഴയ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ, ഇതിൻ്റെ പുറകിൽ വേറൊരു പാട്ടുണ്ട്. ഇയാൾ ഈ മാരിവില്ലുകാരൻ എവിടുത്തെ ഇത് കിട്ടിയെന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ പുറകിലുള്ള ഇതാണ്: ഓമനക്കുട്ടൻ ഗോവിന്ദൻ ബലരാമനെ കൂടെ കൂടാതെ. ഇത് മലയാള ഭാഷാവൃത്തത്തിൻ്റെ ഒരു ഉദാഹരണമാണ്, ഓമനക്കുട്ടൻ ഗോവിന്ദൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന ഫൗണ്ടേഷൻ. അപ്പോൾ നമുക്ക് എല്ലാ മലയാളികൾക്കും ഓമനക്കുട്ടൻ എന്നുള്ളത് അറിഞ്ഞുകൂടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ വൃത്തം ഇങ്ങനെ അങ്ങനെ അടിയിൽ കിടക്കുക. ആരെങ്കിലും വന്നൊന്ന് തൊട്ടാൽ മതി, ആ നന്നായിട്ടുണ്ട് എന്ന് പറയും. ഡു യു ഫോളോ? അപ്പോൾ ആയിരം കണ്ണുമായി എന്നുള്ള പാട്ട് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവിടെ വശകേടിന് ഒരു ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു പുസ്തകം അവിടെ ഉണ്ടായിരുന്നു. എവിടെ? ആലപ്പിയിൽ ബ്രദേഴ്സ് ഹോട്ടലോ, ബ്രദേഴ്സ് ഹോട്ടൽ ആലപ്പിയിൽ. അപ്പം ഞങ്ങൾ ആ മുറിയിൽ ഫാസിൽ ഞങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട്, ഞാനൊരു കഥ മനഃപൂർവ്വം പറയണം അവിടെ, ഇത് പറയേണ്ട സ്ഥലമാണോ എന്ന് സംശയിക്കുക, എന്നാലും ഈ കണക്ഷൻ കിട്ടാൻ വേണ്ടി പറയാം. അവിടെ ഞങ്ങളെ കൊണ്ട് ഇരുത്തിയിട്ട് പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് വേണം, അങ്ങനെ ഒരു പാട്ട് വേണം, പക്ഷേ ഈ പാട്ട് കേട്ടാൽ ആർക്കെങ്കിലും പഴയ കാര്യമൊക്കെ ഓർമ്മ വരണമെന്നും പറഞ്ഞിട്ട് ഫാസിൽ അങ്ങോട്ട് പോയി. ബിച്ചു തിരുമലയും ഞാനും കൂടി ഇങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞിരിക്കുക, ഇതെന്ത് ചെയ്യും? ഈ സിനിമയിൽ അമ്മമ്മയും മകളുമായിട്ട് ആദ്യം കൊച്ചുമകളുമായിട്ട് ഒരു കളിയും ചിരിയൊക്കെ ഈ പാട്ട് ഉപയോഗിക്കണം. അത് കഴിഞ്ഞാൽ കൊച്ചു മരിക്കുമ്പോഴും ഈ പാട്ട് ഉപയോഗിക്കണം. അതുമാത്രമല്ല, ഈ പാട്ട് എവിടെ കേട്ടാലും ആളുകൾക്ക് പഴയ കാര്യങ്ങളൊക്കെ നോസ്റ്റാൾജിയ എന്ന് പറയുന്നൊരു സാധനം വരണമത്രേ. ഞങ്ങൾക്കൊന്നും തോന്നിയില്ല, ഞങ്ങളിങ്ങനെ മണ്ടന്മാരെ പോലെ ഇരിക്കും. ബിച്ചുവിൻ്റെ കൈ അവിടെ ഒരു പുസ്തകം, മേശപ്പുറത്തൊരു പുസ്തകത്തെ മുട്ടി
നോക്കിയപ്പോൾ ഒരു തടിയൻ പുസ്തകമാണ്. അതുമേൽ എഴുതിയിരിക്കുന്നു ചങ്ങമ്പുഴയുടെ കൃതികൾ. അവിടെ ആ പുസ്തകം എങ്ങനെ വരാനാണ്? കഴിഞ്ഞ രാത്രിയിലെ കള്ളിൻ്റെ മണവും സിഗരറ്റിൻ്റെ മണമുള്ള മുറിയാണ്. അപ്പോൾ ഏതോ ഒരു എന്താ പറയുക കവി ആയിരിക്കാം, അല്ലെങ്കിൽ കവിതയോട് ഇഷ്ടമുള്ള ഒരാൾ ആ മുറിയിലുണ്ടായിരുന്നിരിക്കാം കഴിഞ്ഞ രാത്രി. ഏതായാലും അദ്ദേഹം അത് തുറന്നു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഇവിടെ ഇരിക്കുന്നു ചങ്ങമ്പുഴയുടെ പാട്ടുകൾ. അങ്ങനെ കുറേ കൃതികളുണ്ട്. ചങ്ങമ്പുഴ കവിത മാത്രമല്ല എഴുതിയിരിക്കുന്നു, പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ആ പാട്ടെടുത്ത് നോക്കിയപ്പോൾ ഒരു പാട്ട് ശിമ്മ ബിജു തിരുമല വായിച്ചു. ശ്യാമളേ ശ്യാമളേ സംതിങ് സംതിങ് ശ്യാമളേ, എങ്ങനെയാണ്? അപ്പോൾ ബിജു തന്നെ ഒന്ന് മൂളി, ശ്യാമളേ ശ്യാമളേ. ഞാൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ, നമുക്ക് അവനെ പിടിച്ച് ശ്യാമളയുടെ പുറകെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ട്യൂൺ ബിച്ചു മൂളിയതിൻ്റെ പുറകെ ഞാനും അങ്ങ് മൂളി. അപ്പോൾ ആ ബിച്ചു പറഞ്ഞു, ശ്യാമളയൊന്നും നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് വേണ്ടത് 1000 കണ്ണുമായി അമ്മുമ്മയുടെയും കൊച്ചുമകളുടെയും കഥ പറയാം. നമുക്ക് 1000 കണ്ണുമായി, ഇങ്ങനെയാണ് ആ പാട്ടുണ്ടായത്. എൻ്റെ പുറകിൽ ആരാ ഉള്ളത്? ഓമനക്കുട്ടൻ ഗോവിന്ദനാണ്. സോ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വെച്ച് ഈ പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ നാട്ടിൽ കിടക്കുന്ന അതിമനോഹരങ്ങളായ കലാരൂപങ്ങൾ അല്ലെ കലയുടെ ഫൗണ്ടേഷൻസ് ഇവിടെ ഒരുപാടുണ്ട്. അതും വെസ്റ്റേൺ മ്യൂസിക്കും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അൺയൂഷ്വലി ബ്യൂട്ടിഫുൾ സാധനം കംസ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ പാട്ട് കേട്ടപ്പോൾ തോന്നിയതാണ്, നമ്മുടെ നാടൻ സാധനത്തെ വെസ്റ്റേൺ എന്താ പറയുന്ന വെസ്റ്റേൺ ഗാർമെൻറ്റിൽ പൊതിഞ്ഞാൽ അതൊരു അപാര ഭംഗിയായിട്ടുള്ളൊരു സാധനമായിട്ട് വരും. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു മാഷെ. അപ്പം ഇനി മാർക്കിലേക്ക് കടക്കാം, ചോദിക്കാം. മാഷെ, എത്ര മാർക്കാണ് മാഷ് ഇവർക്ക് കൊടുക്കുന്നത്? 9 മാർക്സ്. അച്ഛാ, അച്ഛനും 9 മാർക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മെറിൻ again 9 marks, 27 on 30. സന്തോഷായില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. നല്ല മാർക്ക് തന്നെയാണ് ഇന്നിപ്പോൾ നിങ്ങൾ തോപ്പുംപടിക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോഴാണ് യേശുദാസ് ചേട്ടൻ്റെ മുഖത്ത് ശരിക്കും ഒരു ചിരി, ഒന്ന് റിലാക്സ്ഡ് ആയതൊന്നും ഞാൻ കാണുന്നത്. ഒരുപാട് നല്ലൊരു ഗാനവുമായിട്ട് നിങ്ങൾ വന്നു, ഒരുപാട് മാർക്കുമായിട്ട് നിങ്ങൾ ഇതാ ഇപ്പോൾ തോപ്പുംപടിക്ക് തിരിച്ചു പോവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ദൈവത്തിൻ്റെ ഒരു വിശിഷ്ടമായ കഴിവ് തന്നെയാണ് നമ്മുടെ ദേവാലയ ഗായകർക്ക് കിട്ടിയിരിക്കുന്നത്. അവരെത്ര അനുഗ്രഹീതരാണല്ലേ. ഈ ഗായകരുടെ വേദിയായ ദാവീദിന്റെ കിന്നരങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ബൈ. ഈ സിസ്റ്റേഴ്സിന് വേണ്ടി, വൈദികർക്ക് വേണ്ടിയൊക്കെയുള്ള സെപ്പറേറ്റ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് ഞങ്ങൾ ഈ വേദിയെ കാണുന്നത്. അന്ത്യോക്യൻ സഭാപിതാക്കന്മാരാണ് ഇവരെല്ലാം. മാർ യാക്കോബ്, മാർ ബാലായി, മാർ അപ്രേം. ഇത് സുറിയാനി പാട്ടാണ്. ഹോദ്ര എന്ന പൗരസ്ത്യ സുറിയാനി പ്രാർത്ഥന ഗ്രന്ഥത്തിന്റെ കലവറയിൽ നിന്ന്, മീൻസ് ആദ്യം എടുത്ത പരിശുദ്ധ അമ്മയുടെ സുറിയാനി സോങ്സിൽ ഇങ്ങനെ ഹാർമണീസ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കേൾക്കണത്. എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ ആരാധനയുടെ ഒരു ഗീതം പാടണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുതിയ റൗണ്ട് അവർ ചോയ്സ് റൗണ്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു ഗാനം തിരഞ്ഞെടുത്തു.
സുറിയാനിയുടെ മലയാളം അല്ലേ കിടക്കുന്നത്? അതെ അതെ കർത്താവ് ഈശോ അതിൻ്റെ മുകളിൽ കിടക്കുന്നത്. അതെ അതെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ലേ? അതെ അതെ. ഇതെവിടെ നിന്ന് വന്നത്? ഇതിൻ്റെ ആരംഭം അറിയാമോ?